എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം നടത്തിയ ആളത് മനസ്സിലാക്കാത്തതിലാ ഇപ്പൊ എന്റെ സങ്കടം. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? നിനക്കിപ്പോ അത് മനസ്സിലാവില്ല ലച്ചു. ചേച്ചി ഈ വീട്ടിലാണോ താമസിക്കുന്നത്? അതെ. ചേച്ചിയുടെ ഭർത്താവ് എവിടെ? ചേച്ചിയും ഭർത്താവ് ഇവിടെയാണോ താമസിക്കുന്നത്? ഇപ്പോ ഞാൻ മാത്രമല്ലേ ലച്ചുന്റെ മുന്നിലുള്ളൂ. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ചേച്ചി ക്ഷമിക്കണം. ഭർത്താവായി ചേച്ചി പിണക്കത്തിലാണോ? ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി നാളെ ലച്ചു പറഞ്ഞതുപോലെ സംഭവിക്കാതിരിക്കട്ടെ. അയ്യോ, ചേച്ചിക്ക് അങ്ങനെയൊന്നും വരില്ല. എന്റെയും പ്രാർത്ഥന അത് തന്നെയാ. ഈ താലി എനിക്ക് ദേവി തന്നതാ. എന്താ സംഭവിച്ചതെന്ന് ലച്ചുവിനൊന്ന് പറയാമോ? സഞ്ജുവേട്ടന്റെ ഫോട്ടോ കാണിച്ച് എന്റെ മുറച്ചെറുക്കനായ വല്യമ്മ കല്യാണം ഉറപ്പിച്ചത്. മുമ്പ് പറഞ്ഞ കഥകൾ തന്നെയാ അവൾ ആവർത്തിക്കുന്നത്. സഞ്ജുന്റെ ഫോട്ടോ എങ്ങനെ നിന്റെ വല്യമ്മയ്ക്ക് കിട്ടി? അതെനിക്കറിയില്ല ചേച്ചി. ഫോട്ടോയിൽ കണ്ട ആളിനെ ലച്ചുന് ഓർമ്മയില്ലേ? അതല്ലേ സഞ്ജുവേട്ടൻ. സഞ്ജയ് പിന്നെ ആരാ? അതും സഞ്ജുവേട്ടനാ. പിന്നെന്താ നിന്നെ ഇവിടെ കണ്ടിട്ട് സഞ്ജു പരിചയമില്ലാത്ത പോലെ നിന്നത്? അതെനിക്കറിയില്ല. എന്നിവിടെ എത്തിച്ച് സഞ്ജുവേട്ടൻ പോയി കളഞ്ഞു. ഞാൻ നിന്നിവിടെ കൊണ്ടുവിട്ടിട്ട് പോകുന്നത് നീ കണ്ടോ? ഞാൻ കണ്ണു തുറക്കുമ്പോഴാ വീട്ടിലെത്തിയ വിവരം തന്നെ അറിയുന്നത്. അങ്ങനെയെങ്കിൽ സഞ്ജു കല്യാണം കഴിഞ്ഞു വന്ന ലച്ചുവിനെ ബോധമില്ലാത്ത നിലയിൽ ഈ വീടിന്റെ മുറ്റത്ത് കിടത്തിയിട്ട് കടന്നു കളഞ്ഞു എന്നല്ലേ കരുതാൻ? ഞാനിപ്പോ ഉറങ്ങിപ്പോയതായിരിക്കും ചേച്ചി. വീട്ടുകാരെന്ത് പറയുന്നു പേടിച്ച് മാറി നിന്നതായിരിക്കും. അതല്ലേ സഞ്ജുവേട്ട സത്യം? എനിക്കിവിടെ സഞ്ജുവേട്ടന്റെ തണലേ ഉള്ളൂ. സഞ്ജുവേട്ടൻ എന്തിനാ എന്നെ വിഷമിപ്പിക്കുന്നെ? ഇതൊരു വല്ലാത്ത പ്രോബ്ലമാണ് സഞ്ജു. ഐ ഡോണ്ട് നോ ഹൗ ടു സോൾവ് ദിസ് ഇഷ്യൂ. നിങ്ങളൊക്കെ പഠിപ്പും അറിവുള്ള വലിയ ആളുകളാ. സഞ്ജുവേട്ടന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ ആയിരിക്കില്ല ഞാനെന്ന് എനിക്കറിയാം. ഞാൻ കാരണം സഞ്ജുവേട്ടന് ഒരു അപമാനവും ഉണ്ടാവില്ല. സഞ്ജുവേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യ ആയിക്കോളാം ഞാൻ. ഇനിയുള്ള എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തോളാം. ലച്ചു റൂമിലേക്ക് പൊയ്ക്കോ. ലച്ചുവിന് സങ്കടാവുന്ന ഒന്നും ഇവിടെ ഉണ്ടാവില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവൾക്കൊരു മാറ്റം വന്നാൽ മതിയായിരുന്നു. ഒരിക്കലും അമ്മൂന് ഇങ്ങനെയൊന്നും പെരുമാറാനാവില്ലെന്ന് നമുക്കറിയാം. അവളെ ആരും കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാനാവില്ല. വിവാഹ മണ്ഡപത്തിൽ നിന്ന് അമ്മയ്ക്കൊപ്പം നമ്മളെ സ്വീകരിക്കാൻ അവൾ ഓടി വന്നത്. മുറ്റത്ത് വെച്ച് അവള് തലയിടിച്ച് വീണു. കണ്ണു തുറന്നപ്പോ അത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയ സഞ്ജയുടെ വീടായി. സഞ്ജയുടെ മുഖം അവള് മറന്നുപോയി. സഞ്ജയ് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് അവള് ധരിച്ചു വെച്ചിരിക്കുന്നു. സഞ്ജയ് വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മറന്നുപോയവനെ എങ്ങനെ തിരിച്ചറിയാനാ? നമുക്ക് നോക്കാം. അമ്മു ഈ വീട്ടിലല്ലേ നിൽക്കുന്നേ. സഞ്ജു ടെൻഷൻ ആവാതിരുന്നാ മതി.
വസുമതി എണീറ്റു. അമ്മ എപ്പോഴും കട്ടിലിൽ തന്നെയാ. വെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കണില്ല. അച്ഛൻ ചെന്ന് അമ്മയൊന്ന് സമാധാനിപ്പിക്ക്. ഞാൻ എന്ത് പറഞ്ഞാ വസുമതി സമാധാനിപ്പിക്കേണ്ടത്? ആശ്വാസമൊക്കെ പറയാനും ഒരു മനസ്സ് വേണ്ടതില്ലേ? കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അമ്മ മറന്നുപോയെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. പറഞ്ഞു വെച്ചിരിക്കുന്നതല്ല, അതാ സത്യം. അപ്പൊ പിന്നെ എങ്ങനെയാ അമ്മു ശ്രീദേവിയെ സഞ്ജുവിന്റെ അമ്മയായി തിരിച്ചറിഞ്ഞത്? അവള് വീണിട്ട് കണ്ണു തുറന്നത് ഈ വീട്ടുമുറ്റത്ത് വെച്ചല്ലേ. അവളുടെ ഭർത്താവിന്റെ വീട് ഇതാണെന്ന് അവൾ ഊഹിച്ചു കാണും. അത് മാത്രല്ല, ഇതൊന്നും അറിയാതെ സഞ്ജു ശ്രീകുട്ടി ഇപ്പൊ വരുന്ന ഞാൻ പറയുകയും ചെയ്തു. താലി കെട്ടിയ നേരം അവള് കണ്ടത് സഞ്ജുനെ അല്ലെങ്കിൽ അത് മാത്രം മറന്നു പോകുന്നത് എങ്ങനെയാ? വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഈശ്വര, ഇതിനെന്ത് മറുപടി ഞാൻ പറയും? ഇങ്ങനൊരവസ്ഥയിലെത്തിയാൽ ഓർമ്മകൾ പല വഴിക്ക് കുരുങ്ങിക്കിടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഭർത്താവിൻ്റെ പേര് സഞ്ജയ് എന്ന് മാത്രമേ അവൾ വിവാഹത്തിന് മുമ്പ് കേട്ടിരുന്നുള്ളൂ. ആ പയ്യൻ പോലും അങ്ങനെ ഒരു കല്യാണം നടക്കുന്ന വിവരം അറിഞ്ഞിട്ടില്ല. അവനതൊക്കെ ഇവിടെ വന്ന് വിശദമായി പറഞ്ഞതല്ലേ. താലി കെട്ടുമ്പോൾ പോലും അവൻ്റെ മുഖം അവളുടെ മനസ്സിൽ പതിയാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെങ്ങനെ അവനെ ഓർത്തു വയ്ക്കും? കല്യാണം നടന്നിട്ട് വർഷമൊന്നും കഴിഞ്ഞില്ലേ. അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജയ് എന്ന് അവൾക്കറിയാം. സഞ്ജുവാണ് സഞ്ജയ് എന്ന വിശ്വാസത്തിലാമോ? കാണെ ആ വിശ്വാസം ഉറയ്ക്കാനും തുടങ്ങി. എനിക്കിതൊന്നും അത്ര കണ്ട് വിശ്വാസം വരുന്നില്ല. പിന്നെന്താ, അവൾ അഭിനയിക്കുകയാണെന്നാണോ നീ പറയുന്നത്? സഞ്ജുവിന്റെയും ശ്രീകുട്ടിയുടെയും കല്യാണം കഴിഞ്ഞപ്പോ അമ്മ പുറത്തെടുത്ത അടവായത് നല്ല ഒന്നാന്തരം ഡ്രാമ. കവിത അങ്ങനെ പറയരുത്. സഞ്ജുവിന്റെയും ശ്രീകുട്ടിയുടെയും കല്യാണം നടന്നു കാണാൻ അവള് നടത്തിയ ശ്രമങ്ങളൊന്നും മറന്നു കളയരുത്. ശ്രീകുട്ടിയുടെ കാലുകൾ മുറിക്കാൻ വരെ കാര്യങ്ങൾ എത്തിയതാ. അമ്മുന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവള് മൂസിന്റെ മനയിലേക്ക് ശ്രീകുട്ടിയെ കൊണ്ടുപോവോ? സഞ്ജുവിന്റെയും ശ്രീകുട്ടിയുടെയും കല്യാണ ദിവസം തന്നെ കൃത്യമായിട്ട് അവളുടെ ഓർമ്മകൾ പോയി. അതെ, നിങ്ങളുടെ വിശ്വാസമൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. അവളെ എന്റെ കൂടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വിടാവോ? അവളുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് ഞാൻ പുറത്തു ചാടിച്ചേരാം. ഈ വീട്ടില് ബുദ്ധിയില്ലാത്തവരാ എല്ലാവരും ഒന്ന് അവളുടെ വിചാരം. അവളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറും. പേടിപ്പിച്ച് കൂടുതൽ വഷളാക്കിയല്ല നമ്മൾ ചെയ്യേണ്ടത്. എത്രയും വേഗം അവളുടെ കഴുത്തിൽ താലി കെട്ടിയ സഞ്ജയെ കണ്ടുപിടിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാ ദിനേശൻ. അതെ, അവളെ നിങ്ങളൊക്കെ ചേർന്ന് തലയിലെടുത്ത് വെച്ചോണ്ട് നടന്നല്ലേ. അവിടെ ഇരുന്ന് അവസരം വന്നപ്പോ അവള് മർമ്മത്ത് തന്നെ കൊത്തി. സഞ്ജു അവളുടെ ഭർത്താവെന്ന് അമ്മ പറയുമ്പോ എങ്ങനെ അവന് മറ്റൊരു പെണ്ണിന്റെ കൂടെ കഴിയാനാവും? ആ ധാരണ മാറുക തന്നെ ചെയ്യും. ആ വീഴ്ചയിലെ ഷോക്കിലെ അവള്. വീഴ്ചയിലെ ഷോക്കാണെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടായിരിക്കുമല്ലോ പെരുമാറുന്നേ. അവളെ കണ്ടിട്ട് എനിക്കൊരു കുഴപ്പവും തോന്നുന്നില്ല. ശരിക്കും സഞ്ജുന്റെ ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് ആരുടെ കൂടെ ആയിരിക്കും? ലച്ചുവിന്റെ കൂടെയോ ശ്രീകുട്ടിയുടെ ഒപ്പോ? കവിതേച്ചിക്ക് അതിലൊരു സംശയവും വേണ്ട. സഞ്ജുവിന്റെ ഭാര്യ ശ്രീകുട്ടി തന്നെയാ. നീ കാത്തിരുന്നോടി. ശരിക്കുള്ള കളികൾ മംഗലശ്ശേരിക്കാർ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞതോടെ കവിതയും തീർന്നു പോയെന്ന് കരുതി ആഹ്ലാദിച്ചവർക്ക് തെറ്റി. കവിത തീർന്നു പോകാൻ പിറവിയെടുത്ത ജന്മമല്ല, തീർത്ത് കളയാൻ ജന്മം കൊണ്ടവള.
സ്വാതി, വിവാഹം കഴിയും മുമ്പുള്ള സ്ഥിതി തന്നെയാ നമുക്കിന്നും. ഒരേ വീട്ടിലിരുന്ന് ഫോണിലൂടെ സംസാരിക്കേണ്ടി വരുന്ന ഗതികേട്. നീ ഒന്ന് എന്റെ റൂമിലേക്ക് വാ. അത് വേണോ? എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ നിനക്ക് കാണണ്ടേ? എനിക്കും കുറെ കിട്ടിയിട്ടുണ്ട്. എടുത്തു നോക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. സഞ്ജു വെച്ചോ. സ്വാതി, ഇതായിരിക്കും സഞ്ജുവേട്ടന്റെ മുറി. അമ്മ സഞ്ജുവിന്റെ റൂമിലേക്കാണല്ലോ. എന്താ? ഒന്നുമില്ല. ഇതാണ് സഞ്ജുവേട്ടന്റെ മുറി. മറ്റൊരാളുടെ റൂമിൽ ഞാൻ നിൽക്കുവോ? എനിക്ക് കാവേരിയപ്പച്ചും അമ്മയും വേറൊരു മുറിയാ തന്നത്. അത് മറ്റാരോ താമസിച്ചിരുന്ന മുറിയാ. സഞ്ജുവേട്ടന്റെ മുറിയല്ലേ എനിക്ക് കാണിച്ചു തരണ്ടേ? അത് നീ എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ മറുപടി തരും? എന്നെ സഞ്ജുവേട്ടന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും. ഇപ്പൊ സഞ്ജുവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇനി എനിക്ക് സഞ്ജുവേട്ടന്റെ മുറി കഴിയാലോ. അതെ, ഭാര്യയും ഭർത്താവും ഒന്നിച്ചല്ലേ കഴിയണ്ടേ. ഇനി മുതൽ സഞ്ജുവേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാ. അതെ, ഞാനിത് ഓഫീസ് റൂം പോലെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. എല്ലാവരും പോലെയാണോ ഭാര്യ? ഈ സഞ്ജുവേട്ടന്റെ ഒരു കാര്യം. ഇതെന്തൊക്കെയത്? അതെ, അതൊക്കെ അവിടെ വെക്ക്, നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ നോക്കിയാൽ എന്താ? ആ അതെ, ഞാനൊരു കാര്യം പറയാനാ വന്നേ. എന്താ പറ. കുഞ്ഞുട്ടേട്ടന്റെ നമ്പർ ഞാൻ സഞ്ജുവേട്ടന് തന്നതല്ലേ? കുഞ്ഞുട്ടേട്ടനെ ഒന്ന് വിളിച്ചിട്ട് വിവരം പറയോ? മുത്തശ്ശിക്കാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഓ അതാണോ? അത് കുറച്ചു മുമ്പേ കുഞ്ഞുടൻ എന്റെ ഫോണിൽ വിളിച്ചായിരുന്നോ? കുഞ്ഞുട്ടേട്ടൻ വിളിച്ചായിരുന്നോ? ആ, അവനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പഴാ ഒന്ന് സമാധാനായത്. ആ, എന്നാ ലച്ചു അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. എനിക്ക് ഓഫീസിലെ കുറച്ച് ജോലികൾ തീർക്കാനുണ്ട്. ഇന്ന് സഞ്ജുവേട്ടന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇന്നെങ്കിലും സഞ്ജുവേട്ടൻ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാതിരുന്നോടെ? എന്നെ ഒഴിവാക്കാനാ സഞ്ജുവേട്ടൻ നോക്കുന്നേ? അത് നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് എന്താ മനസ്സിലാവാത്തെ? ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ. ഹായ്, അയ്യോ എന്ത് ഭംഗിയത് കാണാൻ. ആരും സമ്മാനം തന്നതുപോലെ ഉണ്ടല്ലോ. നമ്മുടെ കല്യാണം ആരും അറിഞ്ഞതല്ലോ. കല്യാണത്തിന് മാത്രമേ ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാ. അർജുനായിട്ട് ശ്രീദേവിയെടുത്ത് കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ ഒരുപാട് സമ്മാനം കൊണ്ടുവന്നു. പിന്നെ ഒരു അലമാരി ഉണ്ടായിരുന്നു.
ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. സഞ്ജുട്ടാ നോക്ക്. സഞ്ജുട്ടാ ദേ നോക്ക്. അയ്യോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടായി. ഇത് നമ്മൾ എവിടെ വെക്കുക? ആ നീ വേണമെങ്കിൽ അതെടുത്തോണ്ട് പൊയ്ക്കോ. ആ ഞാൻ എടുത്താലേ നമ്മുടെ മുറിയിലല്ലേ സഞ്ജുട്ടാ വെക്കണ്ടേ? ആ ഓക്കെ ശരി. മമ്മിക്കിത് എന്ത് പറ്റി? പറ്റിയത് ദക്ഷയ്ക്കല്ല, അവന്, സഞ്ജുവിന്. വിവാഹ മാമാങ്കം കഴിയും മുമ്പേ കഥ മാറി മറിഞ്ഞു. ദക്ഷയുഗം അവസാനിച്ചെന്ന് കരുതിയവർക്ക് തെറ്റി. ദൈവമേ എന്റെ കൂടെയാ. മംഗലശ്ശേരി വീട് അരക്കില്ലമായി എരിഞ്ഞു കത്തുന്നു. നീ എന്താ ഈ പറയുന്നത്? അരക്കില്ലോ? മഹാഭാരതത്തിലെ ആ കഥ അമ്മ മറന്നുപോയോ? ശകുനി പാണ്ഡവരെ കൊല്ലാൻ അരക്കില്ലം പണിതതുപോലെയാ ലക്ഷ്മി തന്ത്രത്തിൽ മംഗലശ്ശേരിയിൽ കടന്നുകൂടിയത്. കാത്തിരുന്ന സമയമായപ്പോ അവള് പണിത അരക്കില്ലത്തിന് തീ കൊളുത്തി. വീട്ടുപണിക്കാരിയായി നിന്നവൾ വീടിന്റെ മരുമകളായി. മമ്മി കാര്യം എന്താന്ന് വ്യക്തമായി പറയൂ. അമ്മു എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? കവിതയാ എന്നെ വിളിച്ചത്. വിവാഹം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും വീട്ടിലെത്തുന്നതിന് മുൻപ് മംഗലശ്ശേരിയിൽ താൻ ആരാണെന്ന സത്യം അമ്മ വെളിപ്പെടുത്തി. അവളാത്രേ സഞ്ജുവിന്റെ ഭാര്യ. ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് മമ്മിക്ക് ചിത്തഭ്രമം ബാധിച്ചോ? എന്റെ മാനസിക നില തെറ്റിയിട്ടൊന്നുമില്ല. ഗൃഹപ്രവേശത്തിന് ഒരുക്കങ്ങൾ നടത്താൻ ശ്രീദേവി അവളോടൊപ്പം അമ്മുവിനെയും കൂട്ടി മംഗലശ്ശേരിയിൽ വന്നു. മുറ്റത്ത് വെച്ച് തലയിടിച്ചു വീണ അമ്മുവിന്റെ ഓർമ്മയുടെ കുറെ ഭാഗം നഷ്ടമായി. സഞ്ജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഓർമ്മ മാത്രമേ ഇപ്പൊ അവൾക്കുള്ളൂ. ഇപ്പൊ അമ്മുവിന് ആ പേര് പോലും അറിയില്ല. അവള് ലച്ചുവാണത്രേ. സ്വാതി മുതൽ ഞാനോ നീയോ ഒന്നും അവളുടെ ഓർമ്മയിൽ പോലും ഇല്ല. സഞ്ജു തന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഈ ദിവസമാണെന്നാ അവള് മംഗലശ്ശേരിക്കാരോട് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് വിശ്വസിക്കില്ല. മമ്മിക്ക് എന്തോ കാര്യമായി തകരാറുണ്ടായിട്ടുണ്ട്. അപ്പോ എല്ലാവരും ആ സത്യം അറിഞ്ഞോ? കവിത പറയുന്നത് അവൾ അഭിനയിക്കുകയാണെന്നാ. മറ്റുള്ളവരുടെ കണ്ണിൽ ഓർമ്മകൾ നഷ്ടമായപ്പോ സഞ്ജു താലി കെട്ടിയെന്ന് അവൾ അറിയാതെ ഊഹിച്ചു പറയുകയാണെന്ന്. അതിനവൾ ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീദേവിയെ അമ്മുവിന് നേരത്തെ അറിയാവുന്ന രീതിയിലുള്ള പെരുമാറ്റമാ. അവളുടെ കഴുത്തിൽ കെട്ടിയത് ശ്രീദേവിയുടെ മകനാണെന്ന്. ശ്രീദേവിയെ മുമ്പ് അമ്മു കണ്ടിട്ട് കൂടിയില്ലെന്ന കവിത പറയുന്നത്. അവിടെയാ സഞ്ജു നിരപരാധി ചമഞ്ഞു നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അമ്മുവിന് വീഴ്ചയിൽ കാര്യമായി എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അവൾ അങ്ങനെ പറയില്ല.